Hello friends, Technique Malayalam channel വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ അൺബോക്സിംഗിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വേൾഡിലെ ഏറ്റവും മികച്ച ക്യാമറ സ്മാർട്ട് ഫോൺ എന്ന് അവകാശപ്പെടുന്ന Huaweiന്റെ P30 Pro ആണ്. അപ്പോൾ Huaweiന്റെ P30 P സീരീസ് എപ്പോഴും ഒരു ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി P20 Pro കഴിഞ്ഞ വർഷം ഇറങ്ങിയിരുന്നു. അതും ഏറ്റവും മികച്ച ക്യാമറ സ്മാർട്ട് ഫോൺ ആയിരുന്നു. പിന്നെ വന്നത് Mate സീരീസ് ആണ്. Mate 20 Pro നമ്മൾ ചെയ്തായിരുന്നു. അതും വളരെ മികച്ച ക്യാമറ സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ Huaweiന്റെ P30 Pro ആണ്. അപ്പോൾ P30 Pro കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് പാരീസിൽ ഗ്ലോബൽ ഡെബ്യൂ ചെയ്തത്. അപ്പോൾ P30 Proന്റെ പ്രത്യേകതയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിനകത്ത് ക്വാഡ് ക്യാമറയാണ് റിയർ പാനലിൽ വരുന്നത്. അപ്പോൾ ക്യാമറയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. പക്ഷേ ഇതിൽ ക്യാമറ മാത്രമല്ല, ബാക്കി എല്ലാം കൊണ്ടും തന്നെ ഒരു മികച്ച ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ എന്ന് നമുക്ക് ഇതിൽ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് പറയാം. ഇതിനകത്ത് വരുന്നത് 6.47 ഇഞ്ചസ് ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഇതിനകത്ത് സ്ക്രീൻ ടു ബോഡി റേഷ്യോ അറൌണ്ട് 88.6 ആണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് HDR10 എനേബിൾഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. നമ്മുടെ നോക്കിയ 7 കണ്ട പോലെ HDR10 എനേബിൾഡ് ഡിസ്പ്ലേ ആണ്. പിന്നെ ആൻഡ്രോയിഡ് 9.0 ആണ്. EMUI 9.1 ആണ്. ഇത് ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് EMUI ആണ്. കുറേ കൂടെ ഒപ്റ്റിമൈസേഷൻസ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇതിൽ ഹൈ സിലിക്കോൺ കീരിയൻ 980 ചിപ്സെറ്റ് ആണ്. 7nm മാനുഫാക്ചറിംഗ് പ്രോസസ്സർ ഉണ്ടാക്കിയ വളരെ പവർഫുൾ ആയ പ്രോസസ്സറാണ്. 8GB റാമും 256GB ഇന്റേണൽ സ്റ്റോറേജും ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വേരിയന്റും 256GB ഇന്റേണൽ സ്റ്റോറേജ് ആണ്. പിന്നെ ഇതിന്റെ ക്യാമറയെ കുറിച്ച് പറയാം നമുക്കൊന്ന്. ഇതിനകത്ത് റിയർ പാനലിൽ 4 ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രൈമറി ക്യാമറ എന്ന് പറയുന്നത് 40 മെഗാപിക്സൽ ക്യാമറയാണ്. f1.6 അപ്പർച്ചർ ആണ്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, ഫേസ് ഡിറ്റക്ഷൻ, ഓട്ടോ ഫോക്കസ് ഇൻക്ലൂഡ് ആണ്. പിന്നെ സെക്കൻഡറി ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു 20 മെഗാപിക്സൽ f2.2 ക്യാമറ ആണ്. അതാണ് അൾട്രാ വൈഡ് ക്യാമറ. അതിൽ ഫേസ് ഡിറ്റക്ഷൻ, ഓട്ടോ ഫോക്കസ് ഉണ്ട്. വൈഡ് ആംഗിൾ ഷോട്ട്സിന് ഈ സെക്കൻഡറി 20 മെഗാപിക്സൽ ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ തേർഡ് ക്യാമറ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഒരു പെരിസ്കോപ്പ് 8 മെഗാപിക്സൽ ക്യാമറയാണ്. f3.4 അപ്പർച്ചർ ആണ്. അതിനകത്ത് 125nm ടെലിഫോട്ടോ ലെൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനാണ് 5x ഒപ്റ്റിക്കൽ സൂമും 10x ഹൈബ്രിഡ് സൂമും 50x ഡിജിറ്റൽ സൂമും നമുക്ക് പോസിബിൾ ആവുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ക്യാമറയുടെ സാമ്പിൾസ് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ അതിനകത്ത് വീണ്ടും OIS-ഉം ഫേസ് ഡിറ്റക്ഷൻ, ഓട്ടോ ഫോക്കസും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നാലാമത്തെ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് TOF 3D ക്യാമറയാണ് വരുന്നത്. അത് പോർട്രേറ്റ് മോഡിൽ എഡ്ജ് ഡിറ്റക്ഷന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് തന്നെ അത് കുറച്ച് ഗെയിംസിലെല്ലാം യൂസ് ചെയ്യുന്നു. പക്ഷെ അതിന് അത്രയ്ക്കുള്ള ഗെയിംസ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ അല്ല. എങ്കിൽ പോലും അത് കൂടുതലും പോർട്രേറ്റ് മോഡിൽ എഡ്ജ് ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ലൈക്ക ബ്രാൻഡഡ് ആണ്. ക്വാഡ് ക്യാമറ ലൈക്ക ബ്രാൻഡഡ് ആണ്. ലൈക്ക എന്ന് പറഞ്ഞ ഒരു സുപ്പീരിയർ ക്യാമറ ലെൻസസ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അവരുടെ കോ ബ്രാൻഡഡ് ലെൻസ് ആണ് P30 Proയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ വരുന്നത് USB Type-C പോർട്ടും 4200 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. 40 watt ഫാസ്റ്റ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. 40 watt ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ IP68 വാട്ടർ ആൻഡ് റെസിസ്റ്റൻസ് കേപ്പബിലിറ്റീസ് ഉണ്ട്. പിന്നെ റിവേഴ്സ് വയർലെസ് ചാർജിങ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഇതിനകത്ത് വരുന്നത് P30 Proയിൽ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ അൺബോക്സിങ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഈ അൺബോക്സിങ് വീഡിയോ കുറച്ചധികം ലെങ്ത് ഉള്ളതാണ്. കാരണം അത്രയധികം ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആയ ഒരു ഫോൺ ആയതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അൺബോക്സിങ് ചെയ്യുന്നത്. നമ്മൾ ക്യാമറ സാമ്പിൾസ് എല്ലാം തന്നെ കാണിക്കുന്നത് വളരെ ഒരു എന്താ പറയുക, നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഈ ഫോൺ യൂസ് ചെയ്യാണ്. വളരെ എക്സൈറ്റഡ് ആണ് നമ്മൾ. കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് ഒരുപാടധികം ഫീച്ചേഴ്സ് ഇതിനകത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അൺബോക്സിങ്ങിലേക്ക് പോകാം. അൺബോക്സിങ്ങിൽ നമ്മളെല്ലാം തന്നെ പറയുന്നതാണ്. പിന്നെ അതുകൂടാണ്ട് തന്നെ നമ്മൾ ക്യാമറ സാമ്പിൾസും കാണിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് Huaweiന്റെ P30 Proന്റെ ബോക്സ് പാക്കേജ് നമ്മൾ നേരത്തെ കാണിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 8GB റാമും 256GB സ്റ്റോറേജുമാണ് Huawei P30 Pro. പിന്നെ ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ അറോറ കളറാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ അറോറ കളറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നോർത്തേൺ ലൈറ്റ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പോളാർ ലൈറ്റ്സ് ആയിട്ട് ഒരു നാച്ചുറൽ ലൈറ്റ് ഡിസ്പ്ലേ ആണ്. എർത്തിന്റെ സ്കൈയിൽ വരുന്ന ഒരു നാച്ചുറൽ ലൈറ്റ് ആണ് അറോറ എന്ന് പറയുന്നത്. അപ്പോൾ നോർത്തേൺ ലൈറ്റ്സ് തന്നെ പറയാറുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഇതായിട്ടാണ് ഇതിലെ കളർ കൊടുത്തിരിക്കുന്നത്. അതായത് ഡുവൽ ടോൺ കളറാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിനെ കുറിച്ച് പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബോക്സ് ഒന്ന് തുറക്കാം. അപ്പോൾ ഇതാണ് P30 Proന്റെ ബോക്സ് പാക്കേജ്. നമ്മൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണാവുന്നത് P30 Pro ആണ്. നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം, ബോക്സിൽ നിന്ന് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ല, ഇതാണ് P30 Pro, Huaweiന്റെ P30 Pro. ക്വാഡ് ക്യാമറയുടെ ബാക്ക് പാനലിൽ വരുന്നത്. നമ്മൾ ക്യാമറയെ കുറിച്ച് പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് ബോക്സിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം.
അപ്പോൾ ഇതാണ് Huaweiന്റെ പുതിയ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ P30 Pro. നിങ്ങൾക്ക് കാണാം ക്വാഡ് ക്യാമറ സെറ്റപ്പ് നിങ്ങൾക്ക് കാണാം. പിന്നെ Huaweiന്റെ ബ്രാൻഡിംഗ് ഉണ്ട്, ലൈക്ക ബ്രാൻഡിങ്ങും കാണാം. അപ്പോൾ ഇതാണ് ക്വാഡ് ക്യാമറയെ കുറിച്ച് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. 40+220+8 മെഗാപിക്സൽ പെരിസ്കോപ്പ് ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാമറ സാമ്പിൾസ് നമുക്ക് കാണിക്കാം. പിന്നെ ബോട്ടം പാനലിൽ നിങ്ങൾക്ക് കാണാം USB ടൈപ്സ് പോർട്ടും സിം ട്രേയും സ്പീക്കർ യൂണിറ്റാണ് വരുന്നത്. സിം ട്രേ 2 സിം കാർഡ് സപ്പോർട്ട് ചെയ്യും. പിന്നെ നാനോ സ്റ്റോറേജ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. നാനോ സ്റ്റോറേജ് ആക്ച്വലി ഇന്ത്യയിൽ വന്നിട്ടില്ല. നമ്മുടെ റെഗുലർ സ്റ്റോറേജ് ഓപ്ഷൻ അവൈലബിൾ അല്ല. പക്ഷേ 256 GB സ്റ്റോറേജ് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല ആക്ച്വലി. പിന്നെ ലെഫ്റ്റ് സൈഡിൽ പോർട്സോ ഓപ്പണിങ്സോ ഒന്നും തന്നെ ഇല്ല. റൈറ്റ് സൈഡിൽ വരുന്നത് പവർ കീ ആണ്. പവർ കീക്ക് നിങ്ങൾക്ക് കാണാം ഒരു റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വോളിയം കീസ് ആണ് വരുന്നത്. മോൾ ഭാഗത്താണെങ്കിലോ ഒരു IR ബ്ലാസ്റ്റർ ആണ് വരുന്നത്. പിന്നെ ആന്റിന ബാൻഡ്സ് ആണ്, നിങ്ങൾക്ക് 2 ആന്റിന ബാൻഡ്സ് താഴെയും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പാനലിൽ 6.47 ഇഞ്ചസ് ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേയും പിന്നെ 32 മെഗാപിക്സൽ ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു ഡിവൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. ബൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ബാക്കി എന്തൊക്കെയാണ് വരുന്നതും കൂടെ നോക്കാം. ബോക്സിനകത്ത് നമുക്ക് വേറൊരു കേസ് കാണാം. അതിനകത്ത് ഒരു TPU കേസാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒരു നല്ല ക്വാളിറ്റി TPU കേസാണ്. അത്യാവശ്യം ബേസിക് പ്രൊട്ടക്ഷൻ എല്ലാം തരുന്ന ഒരു TPU കേസാണ്. പിന്നെ ഇതിനകത്തൊരു സിം ഇജക്റ്റ് പിന്നും കാണാം നിങ്ങൾക്ക്. പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്നത് Huaweiന്റെ സൂപ്പർ ചാർജർ, അതായത് 40 വോൾട്ട് സൂപ്പർ ചാർജറാണ് വരുന്നത്. ഇത് നമ്മൾ Mate 20 Proയിലും കണ്ട അതേ ചാർജർ തന്നെയാണ്. 10 വോൾട്ട് 4 ആംപിയർ സൂപ്പർ ചാർജറാണ് വരുന്നത്. അതുകൂടെ തന്നെ 5 വോൾട്ട് 2 ആംപിയറും 9 വോൾട്ട് 2 ആംപിയറും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു USB Type-C കേബിളാണ്. ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ്ങിന് പറ്റിയ കേബിളാണ്. പിന്നെ അതുകൂടാണ്ട് തന്നെ ഇതിനകത്തൊരു ഇയർഫോണാണ് വരുന്നത്. ഇയർഫോണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് USB Type-C ഇയർഫോണാണ്. കാരണം 3.5mm ഓഡിയോ ജാക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ Type-C ഇയർഫോൺ ഇതിനകത്ത് ബണ്ടിലാണ്. അപ്പോൾ ഈ ഇയർഫോൺ വെച്ച് മാത്രമേ നിങ്ങൾക്ക് പാട്ട് കേൾക്കാൻ പറ്റൂ. അല്ലെങ്കിൽ USB Type-C ഇയർഫോൺ വെച്ച് കേൾക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് P30 Pro നമ്മൾ കാണുന്നത്. 6.47 ഇഞ്ചസ് ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഇത് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് കാണാം വളരെ ഒരു മികച്ച പാനലാണ്. HDR10 കോമ്പാറ്റബിൾ ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ വളരെ മികച്ച കളർ റീപ്രൊഡക്ഷൻ ആണ് വരുന്നത്. ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്ത് ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നല്ല വ്യൂയിങ് ആംഗിൾസും. AMOLED ഡിസ്പ്ലേൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല കളർഫുള്ളും വൈബ്രൻറ്റും ആണ്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വന്നിരിക്കുന്നത്. നല്ലൊരു ഡിസ്പ്ലേ ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിനകത്ത് വരുന്ന EMUI ആണ്. EMUI 9.1 ആണ് വരുന്നത്. അപ്പോൾ EMUIയിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ഫാസ്റ്റ് ആൻഡ് ഫ്ലൂയിഡ് ഇൻ്റർഫേസ് ആണ് വരുന്നത്. EMUIൻ്റെ ലേറ്റസ്റ്റ് വേർഷനിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെന്നാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് കാണാം. ഇതിനകത്ത് സിസ്റ്റം ഫീച്ചേഴ്സും അങ്ങനെ ഒരുപാട് തന്നെ ഫീച്ചേഴ്സ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമുക്ക് ഇതിന്റെ ക്യാമറയെ കുറിച്ച് പറയാം. ഇതിനകത്ത് വരുന്നത് പ്രൈമറി 40 മെഗാപിക്സൽ ക്യാമറയാണ്. f1.6 അപ്പേർച്ചർ ആണ്. ഒരു സെക്കൻഡറി 20 മെഗാപിക്സൽ വൈഡ് ആംഗിൾ ക്യാമറയാണ്. പിന്നെ തേർഡ് ക്യാമറ എന്ന് പറഞ്ഞാൽ 8 മെഗാപിക്സൽ പെരിസ്കോപ്പ് ക്യാമറയാണ്. 5x ഒപ്റ്റിക്കൽ സൂമും 10x ഹൈബ്രിഡ് സൂമും 50x ഡിജിറ്റൽ സൂമും ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു TOF സെക്കൻഡറി ഫോർത്ത് ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ LED ഫ്ലാഷും ഡുവൽ LED ഫ്ലാഷും കൊടുത്തിട്ടുണ്ട്. ലൈക്ക ബ്രാൻഡഡ് ക്യാമറയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ക്യാമറ ഇൻ്റർഫേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ നല്ലൊരു ഇൻ്റർഫേസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇൻക്ലൂഡഡ് ആണ്. പോർട്രേറ്റ് മോഡ്, നൈറ്റ് മോഡ്, വീഡിയോ റെക്കോർഡിംഗ് 4K സപ്പോർട്ടഡ് ആണ്. ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരുപാടധികം ഓപ്ഷൻസ് ഉണ്ട്. 4K Ultra HD, 1080p Full HD, 1080p 60 FPS, 1080p 30 FPS, Full HD+, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇൻക്ലൂഡഡ് ആണ്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ സെൽഫി ക്യാമറ ആണെന്നുണ്ടെങ്കിൽ 32 മെഗാപിക്സൽ സെൽഫി ക്യാമറയുടെ f2.0 അപ്പേർച്ചർ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് Huawei P30 Pro എന്നെടുത്ത ക്യാമറ സാമ്പിൾസ്. ഡീറ്റെയിൽ ആയി ക്യാമറ റിവ്യൂ നമ്മൾ ചെയ്യുന്നതാണ്. നമ്മളുടൻ തന്നെ ക്യാമറ റിവ്യൂ പോസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് 4200 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. 40 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. ബാറ്ററി കപ്പാസിറ്റി വളരെ നല്ലതാണ്. നല്ല ബാറ്ററി പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബാറ്ററിയെ കുറിച്ചും പറയുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു P30 Proന്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓണും.
മലയാളത്തിലെ ആദ്യത്തെ P30 Pro അൺബോക്സിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.